ട്രാൻസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഫൈനാൻഷ്യൽ ബാക്കപ്പ് ഇല്ല. അപ്പോൾ ഞാൻ ഈ ഹിൽ റോഡിലൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു. നന്ദു നായർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കസ്റ്റമേഴ്സിനെയും ബെണ്ണാരി കസ്റ്റമേഴ്സാണ് അവരെയൊക്കെ നല്ല പേരായി. പക്ഷേ എങ്കിൽ നമ്മുടെ കയ്യിൽ ഫൈനാൻസ് കണ്ടീഷൻ ഇല്ലാതായിപ്പോയി. അപ്പോൾ ഞാൻ നോക്കിയാണെങ്കിൽ ശമ്പളം നമുക്ക് ഒരു ആവറേജ് ലെവൽ പോകുമ്പോൾ 6000-7000 രൂപ കിട്ടുന്നേ ഉള്ളൂ. പക്ഷേ എൻ്റെ അണ്ടറിൽ ജോലി ചെയ്തിരുന്ന ആൾക്കാരെല്ലാം പട്ടേൽമാർ, അവരെല്ലാം ലിങ്കിങ് റോഡും ബാന്ദ്രയും അവിടെ എല്ലാം ഷോറൂമുകൾ കിട്ടിയിരിക്കാൻ തുടങ്ങി. പക്ഷേ നന്ദു നായറിനൊരു സപ്പോർട്ട് ഇല്ലാതായി. ഇപ്പം നമ്മുടെ ഗുജറാത്തികളോ മറാഠികളോ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഇഷ്ടം പോലെ വരും, നമുക്ക് ഇല്ല. നമ്മളിപ്പോൾ നാട്ടിൽ നിന്നൊന്നും കൊണ്ടുവന്നില്ല, ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. കിട്ടുന്ന പൈസ വീട് കഴിയുന്ന ഇങ്ങനെ കുടുംബം പോകുന്നില്ലല്ലോ. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ചേഞ്ച് വന്നു, എന്തുകൊണ്ട് ഈ ലൈനൊന്ന് ചേഞ്ച് ചെയ്തുകൂടാ? നമ്മുടെ ഈ ലൈനൊന്ന് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പൈസ ഉണ്ടാക്കാന്ന്. കാരണം ഓരോ ദിവസങ്ങൾ കൂടുമ്പോഴും ഏജുകളും അത് ഇതൊക്കെ ഒരുപാടില്ല. അങ്ങനെ ചേഞ്ച്. അങ്ങനെ പിന്നെ 96 മാരേജ് നടന്നതിൻ്റെ അത് നാട്ടിൽ നിന്നായിരുന്നു ആദ്യം കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ നാട്ടിൽ നിന്ന് കല്യാണം കഴിക്കുകയാണെങ്കിൽ നാട്ടിൽ നിന്ന് ഒരു കുട്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ ഭാഷയും കാര്യങ്ങളൊക്കെ പറയാൻ വലിയ ബുദ്ധിമുട്ടാവും. അങ്ങനെ പിന്നെ പുള്ളിക്കാരി ഇവിടെ അവർ വിക്രോളിയിലായിരുന്നു താമസിച്ചിരുന്നത്. അവർ പാലക്കാടാണ് ബേസ്. പക്ഷേ അവർ ജനിച്ചു വളർന്ന് ഇവിടെ. അപ്പോൾ മലയാളം സംസാരിക്കാൻ അറിയും, പക്ഷേ വായിക്കാനും എഴുതാനൊന്നും അറിയില്ല. അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് പിന്നെ ഞാൻ ദാദറിൽ ഒരു 3-4 വർഷം അവിടെ ഗാർമെൻറ്റ്സിൽ വീണ്ടും ജോലി ചെയ്ത് കഴിഞ്ഞ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഗാർമെൻറ്റ്സ് ആയിരുന്നു. കാരണം നമ്മൾ ഈ കളർഫുൾ ലൈഫ് കസ്റ്റമേഴ്സിനെ അവിടെയൊക്കെ ഇഷ്ടപ്പെട്ട് എഴുതുന്നത്. പക്ഷേ എങ്കിൽ ഒരു ചേഞ്ച് വേണമെന്ന് വിചാരിച്ച് അങ്ങനെ മെഡിക്കലിലേക്ക് ചെയ്തു. മെഡിക്കലിൽ ഇറങ്ങിയിട്ട് കംപ്ലീറ്റ് മാർക്കറ്റിംഗ് ചെയ്തു. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവും പകലും നാസിക്, പൂന, ഔറംഗാബാദ്, നാഗ്പൂർ അങ്ങനെയുള്ളത് എല്ലായിടത്തും മാർക്കറ്റിങ്ങിൻ്റെ എക്യുപ്മെൻറ്റ്സിൻ്റെ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 2 വർഷമായി ഞാൻ നമ്മുടെ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി. സാഗർ എന്ന് പേര് വെച്ചു. സാഗർ എന്ന് പേര് വെക്കാൻ കാരണം ഞാൻ ആ ഹിൽ റോഡിൽ ജോലി ചെയ്തിരുന്നില്ലേ. അപ്പോൾ ആ ജോലി ചെയ്തിരുന്ന സമയത്ത് ആ ഷോറൂമിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു ചെറിയൊരു കടയുണ്ടായിരുന്നു. നമ്മുടെ ഈ റൂമിൻ്റെ ഇത്രയേ കാണത്തുള്ളൂ കട. അപ്പം എൻ്റെ കട കുറച്ച് വലുതായിരുന്നു, ഞാൻ ഹാൻഡിൽ ചെയ്തിരുന്നു. പക്ഷേ ആ കടക്കാനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവന് ഡെയിലി രാവിലെ കട തുറന്നു കഴിഞ്ഞിട്ട് ബാങ്കിൽ പൈസ ഇടാൻ വേണ്ടി എൻ്റെ അടുത്ത് വരുമായിരുന്നു. എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നത്, വെളിയിൽ നിന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നു, ഒരു 10,000 രൂപ എനിക്ക് കടം വേണമെന്ന്. പൈസക്കാരനായിരുന്നു, പക്ഷേ അവനൊരു 10,000 രൂപ കടം. ഞാൻ വിചാരിച്ചത് എന്താണ് ഇവൻ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അവൻ പറഞ്ഞെന്താണെന്ന് അറിയില്ല, എനിക്ക് നിൻ്റെ നിന്ന് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ എനിക്ക് ബിസിനസ് നല്ല നടക്കുമെന്ന് പറയും. ചെറിയ കടയാണ്, നല്ല ബിസിനസ്സാണ്. പക്ഷേ എങ്കിൽ അദ്ദേഹം അങ്ങനെ മേടിച്ചു അങ്ങേര് ഇട്ടുകൊണ്ടിരുന്നു. പക്ഷേ ആ മാർക്കറ്റ് മുഴുവനും ഇന്ന് സാഗർ മേടിച്ചു. ആ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 കട ആ മാർക്കറ്റിലുണ്ടായിരുന്നു. ഇന്ന് സാഗറാണ് അതിൻ്റെ ഉടമസ്ഥൻ. അപ്പോൾ എൻ്റെ അതെ, ഒരു ചെറിയ കട ഇന്ന് വലിയൊരു കടയായിട്ട് മാറി. അത് വലിയൊരു ഷോപ്പിംഗ് സെൻ്ററായിട്ട് മാറി. നമ്മളിപ്പം ഹിൽ റോഡിൽ എൽക്കോ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സാഗർ എന്ന് പറഞ്ഞാൽ വലിയൊരു അക്കീംജി ആർക്കേഡ് ഒരു സാഗർ ആർക്കേഡായിട്ട് മാറി അതിപ്പം. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ ബോംബെ വന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, നമ്മളിപ്പം ഗുജറാത്തിലുള്ള അത്രയും വലിയ പൈസക്കാരനാവാൻ പറ്റിയില്ലെങ്കിലും സാഗർ എന്നുള്ളൊരു പേര് വെക്കണമെന്ന്. അപ്പോൾ സാഗർ എന്ന് വെച്ചപ്പോൾ പലരും ചോദിച്ചു, നിങ്ങളുടെ മകൻ്റെ പേരാണോ എന്താണെന്ന് വെച്ചാൽ. അല്ല, ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒരു സാഗർ ഒരു ഇഷ്ടമാണ് എൻ്റെ പേരിൽ. അത് തന്നെയല്ല, ചില എസ് എന്ന് പേരുള്ള ആൾക്കാർ എനിക്ക് വേണ്ടി കുറച്ച് ലക്കായിരുന്നു. അന്ന് കസ്റ്റമർ ആയാലും ശരി തന്നെ, നമ്മുടെ മുതലാളിമാരായാലും ശരിയോ, അവർ ഭയങ്കര കഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ പക്ഷേ ബോംബെയിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു, പല സ്ഥലത്തും ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു. അങ്ങനെ 13 രൂപയായിട്ട് ജോലി ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് രാവും പകലും 50-100 കിലോ വെയിറ്റുള്ള സാധനങ്ങൾ ചില ആ സമയത്ത് മുതലാളിമാർ തന്നിട്ട് ഇവിടുന്ന് മസായിൽ കൊണ്ടുപോകാം. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു മലയാളികളൊന്നും പെട്ടെന്ന് ഇവിടെ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാവില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര സ്ട്രഗിൾ ലൈഫായിരുന്നു. പിടിച്ച് നിൽക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് ഒന്നുമില്ലാതെ ബോംബെയിലൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനുഷ്യർക്ക് കടക്കാൻ പോലും സ്ഥലമില്ല. പിന്നെ ഭയങ്കര കോസ്റ്റ്ലി ആഹാരത്തിനും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ല, ഒരു രൂപയിൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും മേടിച്ച്, പക്ഷെ കടക്കാൻ സമ്മതിക്കത്തില്ല. പോലീസുകാരൊന്നും സ്റ്റേഷനിലൊന്നും എവിടെയും കടക്കാൻ സമ്മതിക്കത്തില്ല. ഇപ്പോൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ വന്ന സമയത്ത് ഞാനൊരു പൊടിയൻ എന്ന് പറഞ്ഞൊരു പയ്യൻ്റെ കൂടെ ഞാനും കൂടെ വന്നത്. സത്യം പറയുന്ന മേഡത്തിന് ഞാൻ ആ സമയത്ത് ആദ്യം വന്നത് ഞങ്ങൾ ഇറങ്ങിയത് നേത്രാവതി ജയന്തി എക്സ്പ്രസ്സിൽ വന്ന് ഇറങ്ങിയത് ഇവിടെ ബോംബെയിൽ കാമാട്ടിപുര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയത്. കാമാട്ടിപുര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയത്. കാരണം അന്ന് ആ സമയത്ത് അമ്മ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ കൂടെ ഡൽഹിയിൽ പോയിരുന്നേ. അപ്പം പിന്നെ ഈ പോകാൻ വന്ന എന്നെ കൊണ്ടുവന്ന പയ്യൻ ഗൾഫിൽ പോകണമായിരുന്നു. അപ്പോൾ ആ പയ്യന് ഷാജഹാൻ ട്രാവൽസ് എന്ന് പറയാം, ആ പയ്യൻ ഇറങ്ങിയത് അവിടെ ഇറങ്ങിയത്. ഞാൻ ആ സിറ്റുവേഷനൊക്കെ കൊണ്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതാണോ ബോംബെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളും ആദ്യം കമ്മടിപ്പുരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് സ്ഥലമാണ്. അപ്പം വന്ന് ഇറങ്ങി. എന്നിട്ട് ആ ഒരു ദിവസം രാത്രി നമുക്ക് അവിടെ ഉറങ്ങേണ്ടി വന്നു. അതെങ്ങനെ ഈ തട്ടാണ് ഇല്ല നമ്മൾ അതെന്ന് പറഞ്ഞാൽ ഒരാളടുത്ത് ഇറങ്ങും, ഒരാൾ മേളിൽ ഒരേ മേളിൽ ഒരാളും എൻ്റെ മേളിൽ ഇങ്ങനെ ഒരാളടുത്ത് ഇറങ്ങും. അപ്പം ഞാൻ സെക്കൻഡ് ഫ്ലോറിലാണ് കടന്നത്. സെക്കൻഡ് ഫ്ലോറിൽ കടന്നപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കില്ല രാത്രി ഉരുളും വിടുന്നില്ല, സമയമില്ല.
എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറങ്ങി രക്ഷപ്പെടും. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് കടന്ന് പിന്നെ എങ്ങനെയെങ്കിലും നേരിട്ടിറങ്ങി. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന് എങ്ങനെയെങ്കിലും പിന്നെ അമ്മ വന്നു കഴിഞ്ഞാൽ നേരെ അങ്ങ് തിരിച്ച് നാട്ടിലേക്ക് പോവുക എന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മ പറഞ്ഞു, മോൻ പേടിക്കൊന്നും വേണ്ട, നിൻ്റെ ധൈര്യവും നിൻ്റെ ബലവും എല്ലാമാണ്. നമുക്കിപ്പോൾ നാടായാലും ഇവിടെ തരും, നിനക്ക് ജോലി ചെയ്യാനും ഇതും പിടിച്ചേക്കാനുള്ള കഴിവും ഇതാണ്. പിന്നെ എന്തോ ഒരു ദൈവം ഒരു അനുഗ്രഹം, എനിക്ക് എന്തോ ഒരു മനുഷ്യരായിട്ടുള്ള പിടിച്ചിരിക്കാനുള്ള ഒരു കഴിവ്, ഒരു കഴിവ്, അതെ ഒരു കഴിവുണ്ടായതിൻ്റെ പേരിൽ ഞാൻ ആ സമയത്ത്, കാരണം അന്ന് ബാന്ദ്രയിലൊക്കെ ഫാഷൻ ഡിസൈനറായിട്ട് ജോലി ചെയ്യുന്ന സമയത്തും പല ആൾക്കാരുമായിട്ട് അടിയും വഴക്കൊക്കെ ഇടേണ്ടി വന്നു ആ സമയത്ത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മുടെ വെളിയിൽ നിന്ന് ആൾക്കാർ വന്ന് ജോലി ചെയ്യാമെങ്കിൽ ഇവിടുത്തെമാർക്ക് ഇഷ്ടപ്പെടത്തില്ല. മലയാളികളാണ് അതാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് നമ്മുടെ ഈ മോഹൻലാലിൻ്റെ ഒക്കെ പടത്തിലൊക്കെ ചിലപ്പോൾ കാണത്തില്ല, ഇന്ദ്രജാലമൊക്കെ കണ്ടിട്ടില്ല, അതിനകത്ത് പറഞ്ഞല്ലേ ഈ പിന്നെ റൗഡിസം ഇവിടുത്തെ ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ടായി ആ മാർക്കറ്റിൽ. 1-2 വട്ടമൊക്കെ ഉണ്ടായി. ഞാനും ആൾക്കാരും എല്ലാം നേരിട്ട് അടിയെങ്കിൽ അടി, വഴക്കെങ്കിൽ വഴക്ക്, എല്ലാത്തിനും ഇട്ട് എല്ലാ അടിയൊക്കെ ഉണ്ടായി അവിടുത്തെ ആൾക്കാരുമായിട്ട്. ഭയങ്കര അടിയും വഴക്കൊക്കെ ഉണ്ടായി. പിന്നെ അവരുടെ മുമ്പിൽ നമ്മൾ ചെറിയൊരു ദാതായിട്ട് മാറി. എന്നെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ഒന്നേ ഉള്ളായിരുന്നേ. കാരണം എന്ന് പറഞ്ഞാൽ മുമ്പിലും പുറകിലും നോക്കണ്ട, ജീവിക്കുക. അതിന് ഏത് കേസ് വന്നാലും ചെയ്യുക. അതിപ്പം ബോഡിയൊക്കെ കുറച്ച് ആ സമയത്തൊക്കെ ഭയങ്കര ബോഡിയൊക്കെ ചെയ്യുമായിരുന്നു, ജിമ്മൊക്കെ എക്സസൈസ് ഒക്കെ ചെയ്യുമായിരുന്നു. ആരെങ്കിലും പിടിച്ചു തീർച്ചയായിട്ടും അങ്ങനെ പല ഇതിനും ഇത് ചെയ്ത്. ഇപ്പം ഇത് മേഡം പറയുമെന്നുണ്ടെങ്കിൽ 93-ൽ ബോംബെയിൽ റൈറ്റ്സ് ഉണ്ടായ സമയത്ത് ഞാൻ എൻ്റെ കടയുടെ പിന്നെ ഓണർ ഒരു മുസ്ലിം ആയിരുന്നു, ഹിന്ദു മുസ്ലിം എൻ്റെ അല്ലപ്പെട്ട സമയത്ത്. അപ്പോൾ ഇവിടെ ഹിന്ദുക്കൾ ആ സമയത്ത് നമ്മുടെ കട കത്തിക്കാനുള്ള പ്ലാൻ ഇട്ട് ഷോറൂമിനകത്ത്. കാരണം 24 കടയിൽ ഒറ്റ ഒരു കടയുള്ളായിരുന്നു മുസ്ലിമിൻ്റെ. അപ്പോൾ എനിക്ക് നമ്മുടെ ഹിൽ റോഡിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഫോൺ വന്നു, ബോസിൻ്റെ. പറഞ്ഞു, നന്ദു നമ്മുടെ കട കത്തിക്കാനുള്ള ഏത് സമയത്തും പ്ലാനുണ്ട്, നന്ദു എന്ത് ചെയ്തു? അപ്പം ഞങ്ങൾ താമസിച്ചിരുന്നത് പ്രതീക്ഷാനഗറിലാണ് താമസിച്ചത്, സൈൻ കൊളിവാട. അത് ഏറ്റവും ഭയങ്കര ഡേഞ്ചറസ് സ്ഥലം, തമിഴന്മാർ തിങ്ങി നിറക്കുന്ന സ്ഥലവും മലയാളികളും തമിഴിലും ഉള്ളത്. അപ്പോൾ രാവിലെ ഉണ്ട് ഇതുപോലെ ഇങ്ങനെ പ്രശ്നം വന്ന്. അപ്പോൾ ഞാൻ അപ്പോൾ ഇട്ടുകൂടെ അതുപോലെ തന്നെ ഹാഫ് ടൈറ്റ്സ് ഒക്കെ ഇട്ട് ഞാനിവിടെ വന്നു വരുന്നുണ്ട്. അപ്പോൾ അവിടെയും താമസിക്കുന്ന സ്ഥലത്തും പല ആൾക്കാരും നമ്മളോട്ട് ഗുണ്ടായസും ബൈഗിരിയൊക്കെ ചെയ്യാൻ വരുമായിരുന്നു. അവരുമായിട്ടൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. ഞാൻ പിന്നെ ഇത് അടി വഴക്കൊന്നും പറഞ്ഞാൽ പിന്നെ നിൽക്കത്തില്ല, പിന്നെ അപ്പോഴേ ഇറങ്ങും അടിയായിരിക്കും, പിന്നെ ഭയങ്കരതായിരിക്കും. അപ്പോൾ അവരെ ആൾക്കാരൊക്കെ നമ്മളെ അറിയാമായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഒരു വാൻ വിളിച്ചിട്ട് ഞാൻ നേരെ ഹിൽ റോഡിലേക്ക് വന്നു, ഹാഫ് ടൈറ്റ്സിൽ വന്നപ്പം കടയുടെ മുമ്പിലൊക്കെ ശിവസേനക്കാർ നിൽക്കുക. അവർ വന്നിട്ട് പറഞ്ഞു പിന്നെ, അപ്പം ഞാൻ അവിടുത്തെ ശശിയുടെ മെമ്പറായിരുന്നു ശിവസേനയുടെ, ഞാനല്ലേ കട ഓട്ടിച്ചിരുന്നത്. അപ്പം അവിടുത്തെ സെർപ്പോദാർ മധുക്കർ സെർപ്പോദാർ അവരുമായിട്ടൊക്കെ കുറച്ച് അറ്റാച്ച്മെൻ്റ് വരുന്നത്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, നന്ദൂരി കാര്യം ചെയ്യും, പെട്ടെന്ന് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിക്കോ, ഇല്ലെന്നുണ്ടെങ്കിൽ കട കത്തിച്ചളയുമെന്ന് പറഞ്ഞു. മുസ്ലിമിൻ്റെ ഒറ്റയൊരു കടയുള്ളൂ, അവർക്ക് ചാൻസ് വേണമല്ലോ. അങ്ങനെ അവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്ത് മുതലാളിയുടെ വീട്ടിൽ വണ്ടിയിൽ കൊണ്ടെത്തിച്ച്. പിന്നെ ഞങ്ങളുടെ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഞ്ചാബി സൂട്ട്സ് മുസ്ലിമിൻ്റെ ആയിരുന്നു. കത്തിച്ചില്ല, കത്തിക്കുന്നതിന് മുമ്പ് സാധനങ്ങളൊക്കെ എടുത്ത്. അവരുടെ പ്ലാൻ എന്തായിരുന്നു, നമ്മുടെ കട ഷോറൂം പിന്നെ ഉള്ളിലൊക്കെ കംപ്ലീറ്റ് ഷോറൂം അല്ലേ, സാധനങ്ങളൊക്കെ എടുത്ത് ലൂട്ട്മാറാണ് യഥാർത്ഥത്തിൽ. കത്തിക്കുക എന്നുള്ളത് ലൂട്ട്മാറാണ്. എല്ലാ സാധനം 7-8 ലക്ഷം രൂപയുടെ സാധനങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അടിച്ച് കണ്ണാടിയൊക്കെ അടിച്ച് പൊട്ടിച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുക എന്നുള്ള പ്ലാനാണ്. മനസ്സിലായോ? ഷോറൂം അങ്ങനെ കത്തിക്കാൻ പറ്റത്തില്ല, വലിയ കോംപ്ലക്സ് അല്ലേ.